എല്ലാവർക്കും ഹാപ്പി വിഷു. ഇത് നമ്മൾ വിഷുവിന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ബിസി കാരണം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ രാവിലെ തന്നെ നമ്മൾ കണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ തലേ ദിവസം ഒരുക്കിയിട്ടുണ്ടായിരുന്ന കണിയാണ്. അപ്പോൾ കണി ഒരുക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ നമ്മൾ കണിയൊക്കെ ഒരുക്കിയിട്ട് കണിയൊക്കെ കണ്ട് കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും കണിയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. പറയണ മോനെ. ഒന്നുകൂടി പറ. ഇനി ഞാനൊരു പടക്കം പൊട്ടിക്കുന്നതാണ് കേട്ടോ കാണാൻ പോകുന്നത്. പടക്കം പൊട്ടിക്കാൻ ഓൾറെഡി പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ഇത് കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. എന്തുണ്ടായി ഇങ്ങോട്ട് നോക്ക്. പ്രതീക്ഷിക്കാതെ പൊട്ടിയ പടക്കത്തിൽ എൻ്റെ മോള് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ സോറി. അപ്പോൾ ഇത് നമ്മളുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കി വെക്കാം. ചോറുണ്ട്, പിന്നെ നമ്മളുടെ മുരിങ്ങക്കായ കറിയുണ്ട്, കാളനുണ്ട്, അവിയലുണ്ട്, പിന്നെ ഇതാ അച്ചാറുണ്ട്, പിന്നെ ഉപ്പേരി നമ്മൾ പ്രാവശ്യം ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് മുരിങ്ങടല ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇഞ്ചുമ്പുളി ഉണ്ട്, മാമ്പഴ പുളിശ്ശേരി ഉണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മളുടെ മത്തങ്ങാലിശ്ശേരി ഉണ്ട്, പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ പ്രാവശ്യം സദ്യക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതേ നമ്മുടെ പായസം കൂടി ഉണ്ട്, അടുപ്പത്തായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അരിപ്പായസമാണ് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ വിഭവങ്ങളും അടിപൊളിയായിരുന്നു. അമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഇതേപോലെ നാടൻ ഐറ്റംസൊക്കെ അമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാ കറികളും ഇഷ്ടമായി കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതേ നമ്മളുടെ പായസം എത്തിയിട്ടുണ്ട്. പരിപ്പ് പായസമല്ല, അരിപ്പായസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഈ അരിപ്പായസം അതേപോലെ തന്നെ സേമിയ പായസം അങ്ങനെയുള്ള പായസങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ അതാ നമ്മളെ ലാസ്റ്റ് ആ പപ്പടം കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ച് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോണ ടൈം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ, ഭയങ്കര സന്തോഷമായിരിക്കും അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേനും നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വീട്ടിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് എക്സ്പോയ്ക്കാണ് കേട്ടോ. നമ്മളെ മന്നലാംകുന്ന് ബീച്ചിൽ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇടയ്ക്കെത്തിയപ്പോൾ മഴ ഭയങ്കരമായിട്ട് പണി തന്നു കേട്ടോ. നമ്മൾ ഇറങ്ങണ കറക്റ്റ് ടൈമിൽ തന്നെ നല്ല മഴ പെയ്തിട്ട് നമ്മൾ കാറിലിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതേ ഇറങ്ങുമ്പോഴത്തേനും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ യന്ത്രൂഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധിച്ചു എല്ലാവരും കൂടിയിട്ടിട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പേടി. ഇപ്പം എനിക്ക് എന്താണാവോ എല്ലാത്തിലും കയറാൻ ഭയങ്കര പേടിയാണ്. പണ്ട് എല്ലാ റൈഡിലും എനിക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഞാൻ എല്ലാവരും നിർബന്ധിച്ച് കയറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് എല്ലാത്തിലും കയറാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇതേ ഈ ഒരു വഞ്ചി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു വഞ്ചി പോലത്തെ അല്ല, വഞ്ചി തന്നെ, അതിൽ കയറാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് ഞാനുണ്ടെങ്കിൽ എല്ലാവരും കയറുമെന്ന് പറഞ്ഞിട്ട് അമ്മയല്ല ബാക്കി ചേച്ചിയുടെ മോളും അങ്ങനെ നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനുണ്ടെങ്കിൽ അവർ കയറുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നാൽ ഓക്കെ അതിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കാരണം ഇനി അവർ കയറാതിരിക്കണ്ടല്ലോ, അങ്ങനെ വിചാരിച്ച് ലാസ്റ്റ് നമ്മൾ അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഈ യന്ത്രൂഞ്ഞാലിലാണ് ആദ്യം അവരെ നിർബന്ധിച്ചത്. പക്ഷെ അതിലൊട്ടും ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ അതിൽ നിന്ന് വീണിട്ട് ആരോ മരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ അറിവിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു സേഫ്റ്റി ഇല്ലാണ്ടാണ് നമ്മൾ യന്ത്രൂഞ്ഞാലിൽ കയറുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ അതിലൊട്ടും കയറിയില്ല കേട്ടോ. അതിൽ കയറാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായി കയറുന്നത്. സ്പീഡ് കൂടിയില്ല, അതോട് പേടിയാണ് കാണുമ്പോൾ. ഒട്ടും തന്നെ ഞാൻ അതിൽ സമ്മതിക്കില്ല എന്നറിയണ കാരണം തന്നെ അവർ മാറ്റി പിടിച്ചിട്ട് ഈ ഒരു വഞ്ചിയിൽ എന്നെ കയറാന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് കാരണം തോന്നുന്നു അവർ അതിൽ എന്താ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇനി വല്ല പൊട്ടി വീഴും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. എന്തായാലും അങ്ങനെ ലാസ്റ്റ് കയറിയിട്ട് ഇതേ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തായാലും സ്ലോവിൽ കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ഇരിക്കുന്നില്ല, അത് ഞാനുണ്ടോ, ഞാൻ തല താഴ്ത്തിരിക്കുന്നു. തുടങ്ങിയപ്പോൾ മുതൽ തല താഴ്ത്തിരിക്കുന്നു. ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തല ഉയർത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിട്ട് ഇത് 2ാം വിഷുവിൻ്റെ അന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്ന ഒരു ഔട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൂടിയിട്ട് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എടപ്പാളുള്ള എക്സ്പോയ്ക്കാണ് കേട്ടോ. അതും എക്സ്പോ ആണ്, നോക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. കുറേ ഞാൻ റിവ്യൂ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടപ്പാളുള്ള എക്സ്പോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോഴുള്ളൊരു ദൃശ്യമായിട്ട് ഈ കാണുന്നത് ഒരു എന്താ പറയുക ഒരു കൂളിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇങ്ങനെ ഫുള്ളിങ്ങനെ വാട്ടർഫോളും അങ്ങനത്തെ ഐറ്റംസും മഞ്ഞുള്ള സ്ഥലം പോലത്തെ ഐറ്റംസും ഒരുപാട് ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോന്നായിട്ട് അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങളെ മറക്കരുതല്ലോ അത് കാരണം ഇടയ്ക്ക് വന്ന് പോസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്കി ഐറ്റംസൊക്കെ കേട്ടോ അത് അവിടെ മേമുണ്ട് ചാരിക്കണു അമ്മ ഇതാരാ കുഞ്ഞാ എലിഫന്റ് കണ്ടാ ഇന്നപ്പി വാ ഗൗരിയെ അതാരാ തൊട്ടൊക്കെ ഇന്നെ തൊട്ടൊക്കെ കണ്ട നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു എന്താ പറയുക ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒന്നും കൂടി നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ് ഒരു ഹായ് എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് പക്ഷേ പിള്ളേർക്കൊന്നും കൂടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര എന്താ കണ്ണിനൊരു കുളിർമ തോന്നുകയെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയായിട്ട് ഓരോന്നും ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കാണാനൊന്നുമില്ല ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതും ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന രീതിയിലുള്ള ഡെക്കറേഷൻ ആയ കാരണം നല്ല രസത്തിൽ കണ്ട് ഇരിക്കാമെന്ന് മാത്രം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ അതേപോലെ ഫ്ലവർ ഇത് ഒറിജിനലാണോ എന്ന് എനിക്കറിയില്ല കണ്ടപ്പോൾ ഒറിജിനൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചുണ്ടായിരുന്നു നമ്മുടെ റോസിൻ്റെ റെഡ് റോസാണ് അങ്ങനെ അത് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഭയങ്കര കൂളിംഗ് ആണ് ആ ഒരു ഏരിയയിൽ അതിനൊരു വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുക കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിഷുകളുടെ സെക്ഷനാണ് ഫുൾ മീനുകളാണ് കേട്ടോ അപ്പം നമ്മൾ കാണാത്ത തരത്തിലുള്ള മീനുകളെന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഞാനൊക്കെ കണ്ടിട്ടുള്ള മീനുകളാണ് നമ്മൾ ഇതേപോലെ കുറേ എക്സ്പോയ്ക്ക് പോയിട്ടുണ്ടല്ലോ മുന്നേ കുറേ എക്സ്പോയിലൊക്കെ പോയിട്ടുള്ള കാരണം തന്നെ അങ്ങനത്തെ മീനുകൾ തന്നെയാണ് കേട്ടോ ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒക്കെ മുന്നേ കണ്ടിട്ടുള്ള മീനുകൾ തന്നെയാണ് പിന്നെ ഈ ഒരു മീൻ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വലിയ ചെല്ലുകൂട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടില്ലേ ആ ഒരു മീൻ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു വീഡോ ടെട്ര പറഞ്ഞിട്ടുള്ള ഒരു മീനാണത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫിഷൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാണാൻ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ഉണ്ട് നമ്മുടെ മെർമെയ്ഡ് ഉണ്ടല്ലോ അതിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു നമ്മൾ പുറത്ത് അതിൻ്റെ പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പല വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയിരിക്കും എന്തായിരിക്കും ഇങ്ങനെ ഇത്ര നേരം എങ്ങനെ എടുക്കാൻ പറ്റുക അങ്ങനെ കുറേ കൗതുകങ്ങളുണ്ടായിരുന്നു എങ്ങനെ നേരിട്ട് കാണാൻ പറ്റും ഇനി അങ്ങനെ കുറേ കൗതുകങ്ങളും കാണാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹം കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതാ നമ്മളുടെ മെർമെയ്ഡ് വന്നിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നിയിട്ടോ അമ്മ ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ ഒരു വീഡിയോയിൽ ആണെങ്കിൽ പോലും അമ്മ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ ഇത് ഒറിജിനലാണ് ഇത് ഇങ്ങനെ ഇത്ര നേരം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണേ അതിൻ്റെ മേക്കപ്പൊക്കെ എന്താ പോവാത്തേ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ആയിരുന്നു അമ്മ ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ആൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്കും കിസ്സൊക്കെ തന്നു കേട്ടോ ടാറ്റയും കിസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെയാണ് ആൾക്കാർ ഫുൾ കൂടി നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിഠായി ഉണ്ടല്ലോ പഴയ നൊസ്റ്റാൾജിയ മിഠായി അങ്ങനത്തെ മിഠായികളായിരുന്നു കേട്ടോ ആ മിഠായി വാങ്ങിച്ചിട്ട് ഗോൾഡ് കോയിൻ എന്താ നോട്ട് എടുത്തേ ഗോൾഡ് കോയിൻ വേണോ എന്താണ് എന്ത് പിന്നെ പച്ചയാ ഇതാ കടലേ നല്ലതാ
അങ്ങനെ നമ്മൾ ഏതാണ് കുറച്ച് കുഴപ്പമില്ലാത്തത് കഴിക്കുക എന്നുള്ള പണ്ടത്തെ ആ ടേസ്റ്റ് എന്തായാലും ഇപ്പം ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ ഏതെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നി ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചില്ല ആ ഒരു കോല് പോലത്തെ ഒരു മിഠായി, അത് പണ്ടത്തെ ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ അത് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് പണ്ടത്തെ പോലത്തെ എല്ലാം തോന്നി, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ പൊരിക്കടിയുടെ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സ്നാക്സും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ പാനിപൂരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ ഇതിനും ഉണ്ടായിരുന്നു. ആ വഞ്ചിയിൽ കയറി ആ ഒരു എക്സ്പീരിയൻസ് കാരണം തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ വഞ്ചിയിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു, ഈശ്വരൻ ഞാനിത് ജീവനോട് ഞാൻ തിരിച്ചു പോവുമോ, അങ്ങനെയുള്ള ടെൻഷനൊക്കെ ആയിരുന്നു എനിക്ക് കേട്ടോ. ലാസ്റ്റ് ഡേ ഈ ഒരു എന്താ പറയുക ഇങ്ങനെ കുതിര പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേർക്ക് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ കയറാമെന്ന് വിചാരിച്ചത്. അതിൽ ഒരാൾക്ക് 50 രൂപയായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു 50 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല കേട്ടോ. വെറുതെ സ്പീഡൊന്നും കുറച്ച് ഭയങ്കരമായിട്ട് കുറച്ചത് കുട്ടികളുള്ള കാരണമായിരിക്കും തോന്നുന്നു, സ്പീഡൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ട് മെല്ലെ മെല്ലെ പോയിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിള്ളേർക്കൊന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ 50 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇത് കിളിക്കൂട് എന്നുള്ള സംഭവം കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഒട്ടും കൊള്ളില്ല കേട്ടോ, അധികം ഭയങ്കര ആ ഒരു കാണുന്ന ഒരു ഹൈപ്പൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കിളിക്കൂടും കഴിച്ചു, ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ചായ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ചായ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മളുടെ ഈ ഒരു കിളിക്കൂടും അതേപോലെ എന്തായിരുന്നു കഴിച്ചത്, സമോസയായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി 8:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചായ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ അടിപൊളി മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാരണം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇതേപോലെ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ അടിപൊളിയായിരുന്നു, പിന്നെ അടുത്ത ബജ്ജി ഐറ്റംസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ചോര കൺമുയൽ ഇങ്ങു നീലെന്തെങ്കിലും സൗണ്ട് കുറച്ചായിരുന്നേ. എല്ലാവരുടെയും ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാട്ട് പാടിയിട്ട് ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വിഷു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.